ഗ്രീഷ്മ, സെൻറ് ജോൺസ് ആലുവ സഭാംഗമാണ്. ജേണി ടു ദ പാംസിൻ്റെ 80 ദിവസത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വേദഭാഗം സങ്കീർത്തന 50 1 മുതൽ 15 വരെ. സങ്കീർത്തന 50 1 മുതൽ 6 വരെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ദൈവം കോടതിയിൽ വരുന്നതിനെക്കുറിച്ച് സങ്കീർത്തനകാരൻ വിവരിക്കുന്നതാണ്. ദൈവം എല്ലാവരെയും വിളിച്ചു കൂട്ടുന്നു. സൂര്യൻ്റെ ഉദയം മുതൽ അസ്തമയം വരെ ദൈവം എല്ലാവരെയും ഒരുമിച്ച് വിളിച്ചിട്ട് പറയുന്നു, ഞാൻ ഒരു ന്യായാസനം നടത്തുവാൻ പോകുന്നു. നാം സാധാരണ ദൈവത്തെ ഒരു ന്യായാധിപനായി ചിന്തിക്കാറില്ല. എന്നാൽ അവനൊരു ന്യായാധിപനാണ്. തൻ്റെ ജനത്തെ ന്യായം വിധിക്കേണ്ടതിന് അവൻ മേലിൽ നിന്ന് ആകാശത്തെയും ഭൂമിയെയും വിളിക്കുന്നു എന്ന് സങ്കീർത്തനം 50:4 പറയുന്നുണ്ട്. ദൈവം എന്തുകൊണ്ട് സ്വന്തം ജനത്തെ ന്യായം വിധിക്കുന്നു? അതിനു പകരം അവൻ ദുഷ്ടന്മാരെ ന്യായം വിധിച്ചാൽ പോരെ എന്ന് പത്രോസ് പറയുന്നുണ്ട്. ന്യായവിധി ദൈവഗൃഹത്തിൽ ആരംഭിപ്പാൻ സമയമായല്ലോ. 1 പത്രോസ് 4:17 പറയുന്നു. നമ്മുടെ പാപത്തെ ക്രൂശിൽ ന്യായം വിധിച്ചു. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തീശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല എന്ന് റോമർ 8:1 പറയുന്നുണ്ട്. എന്നാൽ ദൈവിക നീതിപീഠത്തിൽ നമ്മുടെ പ്രവൃത്തികൾ വിധിക്കപ്പെടും എന്ന് ഉറപ്പാണ്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം നമുക്ക് തന്നെ തീർച്ചയായും വന്നു ചേരുകയും ചെയ്യും. ദൈവം തന്നെ മഹത്വത്തെക്കുറിച്ച് ചിന്തയുള്ളവനാണ്. സിയോനിൽ നിന്ന് ദൈവം പ്രകാശിക്കുന്നു എന്ന് സങ്കീർത്തനം 50:2 പറയുന്നുണ്ട്. നാം അവനെ മഹത്വപ്പെടുത്തണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നാം അവൻ്റെ ഹിതം ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതുപോലെ ദൈവം തൻ്റെ വിശ്വസ്ത ദാസന്മാർക്ക് പ്രതിഫലം കൊടുക്കുമെന്നും ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ വിശ്വസ്ത സേവനത്തിന് ഉത്തേജനം ലഭിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഓർക്കുക, വിശ്വസ്തരായവരെ ദൈവം ന്യായം വിധിക്കും. അവൻ പ്രതിഫലം തരികയും ചെയ്യും. നന്മയ്ക്ക് പകരം നന്മ ചെയ്യാതെയും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെയും ദൈവത്തിൻ്റെ ഇഷ്ടം പോലെ കള്ളസാക്ഷ്യം പറയാതെയും സത്യത്തിൻ്റെ വഴിയിൽ മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്യാതെയും ഇരിക്കുന്നവനെയാണ് ദൈവം കൂടുതൽ ഇഷ്ടപ്പെടുന്നതെന്ന് സൺഡേ സ്കൂൾ മുതൽ നമ്മളിങ്ങനെ പഠിച്ചു വരുന്ന കാര്യങ്ങളാണല്ലോ. അതുപോലെ തന്നെ ദൈവത്തിന് ഇഷ്ടപ്രകാരം ജീവിക്കുന്നവനെ ദൈവം എന്നും കരുതുമെന്നും നമുക്ക് ബൈബിളിലൂടെ തന്നെ മനസ്സിലാവാൻ സാധിക്കുന്നതുമാണ്. ഇന്ന് നിങ്ങൾ അവനെ അനുസരിക്കുന്നുവെങ്കിൽ അവൻ്റെ കോടതി ഉത്തരവിന് ഭയപ്പെടേണ്ടതില്ല എന്ന് മനസ്സിലാക്കുവിൻ. തുടർന്ന് നമ്മുടെ സങ്കീർത്തനം 50:7 മുതൽ 14 വരെ നോക്കുമ്പം ദൈവം നമ്മോട് ആവശ്യപ്പെടുകയാണ്. എന്ത്? ദൈവത്തിന് സ്തോത്രയാഗം അർപ്പിക്കുക, അത്യുന്നതന്റെ നേർച്ചകളെ കഴിക്കുക, കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിന്നെ വിടുവിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും എന്ന് സങ്കീർത്തനം 50:14 15 പറയുന്നു. ജനം ദൈവിക കോടതിയിൽ നിന്ന് പ്രകാരം പറയുന്നു, നിനക്ക് ഞങ്ങളെ വിധിപ്പാൻ സാധ്യമല്ല, കാരണം ഞങ്ങൾ നിനക്ക് യാഗങ്ങളെ അർപ്പിക്കുന്നുണ്ട്. അതിന് ദൈവം മറുപടി പറഞ്ഞത് എന്തെന്നാൽ, നിന്റെ ഹനനയാഗങ്ങളെക്കുറിച്ച് ഞാൻ നിന്നെ ശാസിക്കില്ല. നിന്റെ ഹോമയാഗങ്ങൾ എപ്പോഴും എൻ്റെ മുൻപാകെ ഇരിക്കുന്നു. നിന്റെ വീട്ടിൽ നിന്ന് കാളയെയോ നിന്റെ തൊഴുത്തിൽ നിന്ന് കോലാട്ടുകുറ്റന്മാരെ ഞാൻ എടുക്കുകയില്ല എന്ന് സങ്കീർത്തനം 50:8-9 പറയുന്നു. ദൈവം പിന്നെ ഇപ്രകാരം പറയുന്നുണ്ട്, എനിക്ക് വിശന്നാൽ ഞാൻ നിന്നോട് പറയുകയില്ല, ഭൂലോകവും അതിൻ്റെ നിറവും എൻ്റേത്. ദൈവം പറയുന്നതിൻ്റെ അർത്ഥം ഇതാണ്, നീ എനിക്ക് ഈ യാഗങ്ങളെ കൊണ്ടുവരുമ്പോൾ ഞാൻ നിനക്ക് മുൻപ് നൽകിയതിൽ നിന്ന് കുറച്ച് എനിക്ക് നീ തരുക എന്നു മാത്രമേ ഉള്ളൂ. ഒരിക്കലും നമ്മുടെ അധ്വാനത്തിൻ്റെ ഫലമോ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തമായ ഒരു കാര്യമല്ല നമ്മളിലുള്ളത് എന്ന് നമ്മൾ എപ്പോഴും ഓർക്കേണ്ട കാര്യമാണ്. ദൈവം തന്ന ജീവൻ, ദൈവം തന്നത് മാത്രമേ നമുക്കുള്ളൂ. നമ്മൾ കാണിക്ക അർപ്പിക്കുന്നത് പോലും ദൈവം തന്നതാണ്. ദൈവം അധ്വാനിക്കാൻ തന്ന ശക്തി, ദൈവം ജോലി സ്ഥലത്ത് നമ്മളെ സംരക്ഷിച്ചത്, ജോലി ചെയ്യാൻ തന്ന കഴിവ്, അതെല്ലാമാണ് നമ്മൾ ആ വരുമാനത്തിൽ കൊണ്ടുവരുന്നത്. അതിൽ നിന്ന് ഒരു വിഹിതം മാത്രമാണ് നമ്മൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുന്നത്. ദൈവം നമുക്ക് മുൻകൂട്ടി തന്നത് ദൈവസന്നിധിയിൽ കൊണ്ടുവരുന്നു എന്ന് മാത്രം. ദൈവം നമുക്ക് മുൻകൂട്ടി തന്നത് എന്തെങ്കിലും നാം ദൈവത്തിന് കൊടുക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ദൈവത്തിന് സ്തോത്രയാഗം അർപ്പിക്കുക, അത്യുന്നതനെ നിന്റെ നേർച്ചകളെ കഴിക്കുക എന്ന് സങ്കീർത്തനക്കാരൻ 50:14 പറയുന്നുണ്ട്. ദൈവം ആഗ്രഹിക്കുന്ന യാഗങ്ങൾ എല്ലാം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഉത്ഭവിക്കണം. അവന് നന്ദി പറയുക, ദൈവത്തെ അനുസരിക്കുക, ദൈവത്തെ സ്തുതിക്കുക, നന്ദി അർപ്പിക്കുക എന്നത് നമുക്ക് ദൈവം മുൻകൂട്ടി തന്നതല്ല. നമ്മോട് നീ ഇത് മടക്കി തരിക എന്ന് പറയുന്നില്ല.
നാം അവനെ സ്തുതിപ്പാനായി അവൻ കാത്തിരിക്കുന്നു. കാരണം എന്തെന്നാൽ എന്നത് കാഴ്ചയായി അർപ്പിക്കുക. നമുക്ക് തന്ന ദാനങ്ങളുടെ ഒരംശം ദൈവത്തിന് സ്തോത്രമായി തിരികെ നൽകുക. അത്യുന്നതിന് നിന്റെ നേർച്ചകളെ കഴിക്കുക എന്ന് സങ്കീർത്തനം 50:14 നിന്റെ പ്രാർത്ഥനയെ അവന് മുൻപിൽ അർപ്പിക്കുക. കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക എന്ന് സങ്കീർത്തനം 15 പറയുന്നുണ്ട്. ഈ യാഗങ്ങളെല്ലാം ദൈവസന്നിധിയിൽ കൊണ്ടുവരുമ്പോൾ നാം ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുക എന്നത് ഒരു കടമയല്ല, അത് നമ്മുടെ ഉത്തരവാദിത്തമാണെന്ന ബോധ്യം നമ്മളിൽ എപ്പോഴും ഉണ്ടാവണം. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവം ഒരു ദിവസം തൻ്റെ എല്ലാ വിശുദ്ധന്മാരെയും ന്യായം വിധിക്കും. നിങ്ങൾ ദൈവിക കോടതിയിൽ ഹാജരാകുന്നത് നിങ്ങളുടെ പുകഴ്ചയ്ക്കായി തീരട്ടെ. നിങ്ങളുടെ യാഗങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നുണ്ടാകണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ദൈവത്തിന് നന്ദി സ്തോത്രം മടക്കി കൊടുക്കാതെ ദൈവത്തിൽ നിന്ന് പലതും സ്വീകരിക്കുന്നു. ഇന്ന് ദൈവത്തിന് മഹത്വം കൊടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? ദൈവം നിങ്ങളെ ചെയ്യുന്നതിന് ദൈവത്തിന് നന്ദി പറയൂ. ദൈവത്തിൻ്റെ വാക്കുകളെ അനുസരിക്കൂ. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളിലും ദൈവത്തിന് മുൻപിൽ കൊണ്ടുവരൂ. ദൈവത്തിന് മഹത്വം ലഭിക്കാനായി ഉപയോഗിക്കാവുന്ന അവസരങ്ങളാണിവ. ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തെ സഫലമാകാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.